രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ ഇത് പുറത്തു നിന്നുള്ളൊരു സംഘടനയാണ്, സർക്കാർ പരിപാടിയല്ല. അവരവിടെ ഈ കാവ്യക്കൊടിയേന്ത്യ വനിതയുടെ ചിത്രം വെച്ചിരിക്കുന്നു. അതിൽ സർക്കാർ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് എന്നുള്ളതാണ് BJP നേതാക്കളടക്കം ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു ഒരു സാങ്കേതികത്വം എന്ന് പറയുന്നത്. ഈ ചിത്രം ഉണ്ടാക്കിയ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് രാജ്ഭവനും സർക്കാരും തമ്മിൽ നിലനിൽക്കുന്ന വിവാദങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ആ ചിത്രം അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിവാദങ്ങൾക്ക് അടിസ്ഥാനമായി വരികയും ചെയ്യുന്നത്. എന്താണ് സംഘാടകർ സ്വീകരിക്കുന്ന നിലപാട്, എന്താണ് രജിസ്ട്രാർ സ്വീകരിക്കുന്ന നിലപാട്? രജിസ്ട്രാർ നീക്കം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സർവകലാശാലയിൽ ഇത്തരത്തിൽ ഒരു ചിത്രം വയ്ക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുമാണ് പറയുന്നത്. എന്തായാലും സംഘാടകർ ആദ്യഘട്ടം മുതൽ പറഞ്ഞത് അയ്യപ്പ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ പരിപാടിയാണ്. അവർ ഭാരതത്തിൻ്റെ പ്രതീകമായാണ് ഭാരതാംബയെ കാണുന്നത്. ആ ചിത്രം വെച്ചുകൊണ്ട് തുടങ്ങാൻ കഴിയൂ എന്നും പറയുന്നുണ്ട്. സംഘാടകർ നമ്മൾ പ്രതികരിക്കും. ഇത് സാങ്കേതികമായി ഇവിടെ വയ്ക്കാൻ കഴിയുന്ന രജിസ്ട്രാർ പറയുന്നത് നീക്കം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ അനുവാദം എടുത്തിട്ടാണോ ഇവിടെ സ്ഥാപിച്ചത്? ആ അനുവാദമെടുത്ത് നമ്മൾ 60,000 രൂപയാണ് അതിൻ്റെ വാടക, കോഷൻ ഡിപ്പോസിറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പത്മനാഭ സേവാ സമിതിക്ക് ഒരു ഇങ്ങനെ പരിപാടിയുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് പീഡനം അനുഭവിച്ച ആൾക്കാരെ അനുമോദിക്കുക, അങ്ങനെ ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിന് പൈസ അതിൻ്റെ പ്രോപ്പർ ചാനലിൽ കൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ ചിത്രം വെച്ചതിന് ശേഷം രജിസ്ട്രാർ നിലപാടെടുക്കുന്നുണ്ട്. ഈ ചിത്രം മാറ്റാതെ പരിപാടി തുടങ്ങാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അല്ല, നമ്മൾ സേവാസമിതിയുടെ പരിപാടി നടത്തുമ്പോൾ ഇതേപോലുള്ള ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അവിടെ ഭാരതമാതാവ് അല്ലെങ്കിൽ അവിടുത്തെ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വെക്കാറുണ്ട്. അതൊരു ഹിന്ദു സംഘടനയാണ് ശരിക്കും പറഞ്ഞാൽ. പത്മനാഭസ്വാമി എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ അതിൻ്റെ പരിപാടിയിൽ എന്ത് പടം വെക്കണം എന്നുള്ളത് ആ സമിതി തീരുമാനിക്കുക എന്നുള്ളതല്ലേ ശരിയാവും. രജിസ്ട്രാർ തീരുമാനിച്ചാൽ ശരിയാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ സംഘടന പരിപാടിയിൽ ഏത് പടം വെക്കണമെന്ന് അദ്ദേഹം പറയേണ്ടി വരില്ലേ? അപ്പോൾ അതൊരു സാങ്കേതിക പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഈ സംഘടനയുടെ പരിപാടിയിൽ ഈ പടം വെക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഈ ചിത്രം വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ രാജ്ഭവൻ്റെ കീഴിൽ. അപ്പോൾ ഈ ചിത്രം വെക്കുമ്പോൾ പരിപാടി വിവാദത്തിലേക്ക് പോകുമെന്ന് കരുതിയിരുന്നില്ല? ചിത്രം വിവാദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, ഭാരതത്തിൽ മൊത്തം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എല്ലായിടത്തും ഈ കാര്യങ്ങൾ നടക്കുന്നതാണ്. ഗാന്ധിജി, ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഭാരതമാതാവിൻ്റെ പടം ക്ഷേത്രങ്ങൾ ഉദ്ഘാടനം ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ ഗവേഷണം ചെയ്യേണ്ടത്. രജിസ്ട്രാറുടെ ഒരു നിർദ്ദേശം സംഘാടകർക്ക് ലഭിച്ചു. രജിസ്ട്രാറിൻ്റെ നിർദ്ദേശം നമുക്ക് പാലിക്കണമെന്ന് ഉണ്ട്. പക്ഷേ ഈ ഒരു പരിപാടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ് ഈ അടിയന്തരാവസ്ഥ വിക്ടിംസ്. അവരൊക്കെ സമരം ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ജയിലിൽ കിടക്കുമ്പോഴൊക്കെ ഭാരത് മാതാക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ടാണ് അവർ ആ വേദനയ്ക്ക് അനുഭവിച്ചത്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പരിപാടിയിൽ നമ്മൾ ഈ പരിപാടി ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ തന്നെ കൊണ്ടുപോകും. ഭാരതമാതാവിനെ മാറ്റിയാൽ പിന്നെ ഇവർക്ക് ആദരം കൊടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഭാരതമാതാവിന് വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാർ ഇങ്ങനെ നേരിട്ട് അറിയിച്ചാലും എങ്ങനെയാണ് നമ്മൾ രജിസ്ട്രാർ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഗവർണർ കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അതാണ്. എന്തായാലും സംഘാടകർ ഗവർണർക്കായി കാത്തിരിക്കുകയാണ്. ഈ ചിത്രം മാറ്റിക്കൊണ്ട് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഇത് പ്രതീകമാണ്. ഇത് കേരളത്തിൻ്റെ ഒരു വിവാദത്തിൻ്റെ പേരിൽ ചിത്രം മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. രജിസ്ട്രാറിന്റെ അറിയിപ്പ് കിട്ടി. അങ്ങനെ ചിത്രം മാറ്റിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചാൽ സംഘാടകർ എന്തായാലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്.